എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാസു രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ വന്ന പാരച്യൂട്ട് എന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. ഇതിൻ്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സീരീസിൽ കിഷോറാണ് പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കിഷോറിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് സിലിണ്ടർ ഡെലിവറി ചെയ്യുന്ന ആളായിട്ടാണ് വരുന്നത്. അയാൾക്ക് വന്നിട്ട് ഒരു ഭാര്യയും ഒരു 10 വയസ്സ് വരുന്ന പോലെ ഒരു ചെറുക്കനും ഒരു 5 വയസ്സ് വരുന്ന പോലെ ഒരു പെൺകുട്ടിയും ഉണ്ട്. അതായത് ഇവർ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കുറച്ച് പെരുമയോടെ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കും. അതേപോലെ നല്ല വീടെടുത്ത് വാടകയ്ക്കെടുത്ത് താമസിക്കും. എന്ത് കഷ്ടങ്ങൾ വന്നാലും ഇയാൾ താങ്ങും. അതായത് തന്നെക്കൊണ്ട് ആകുന്നതിനേക്കാട്ടിലും അധികമായിട്ട് ഞാൻ ഈ ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഫാമിലിയിലുള്ളവരെല്ലാവരും കേൾക്കണം എന്നൊരു ചിന്ത അയാൾക്ക് വരുന്നു. അതിലെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ ഭാര്യയെ പിടിച്ചടിക്കൽ, പിള്ളേരെ പിടിച്ചടിക്കൽ. അതുകൊണ്ട് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഫാമിലിയിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ജാതി പേടിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഈ പിള്ളേർ വന്നിട്ട് ഒരു ചെറിയ കുറുമ്പ് ചെയ്യും. ആ കുറുമ്പാണ് ഇതിലത്തെ ഹൈലൈറ്റ്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ ആ കുറുമ്പ് ചെയ്തതിന് ശേഷം ഇവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം, അതായത് അച്ഛൻ അടിക്കും എന്നുള്ളൊരു പേടി കൊണ്ട് ഇവർ തിരിച്ചു പോകുന്നില്ല. അങ്ങനെ ആ കഥ ഒരു സൈഡിലിരിക്കെ നമ്മുടെ കൃഷ്ണാവെ കാണിക്കുന്നു. കൃഷ്ണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇൻസ്പെക്ടറായിരുന്നു. അയാളുടെ എന്തോ ഒരു പണിഷ്മെൻറ്റ് മൂലം ട്രാഫിക്കിലേക്ക് വന്നിട്ട് ഇൻസ്പെക്ടറായിട്ടിരുന്നവരെ SI ആയിട്ട് ഡീപ്രൊമോട്ട് ചെയ്ത് ട്രാഫിക് ഇൻസ്പെക്ടറായി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇയാൾ വന്നിട്ട് റോഡിൽ പാട്രോളിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് വണ്ടീനെ പിടിച്ചു. ഏകദേശം ആ ബൈക്കിന് വന്നിട്ട് ഏകദേശം 30 ലക്ഷം രൂപയാണ്. അപ്പോൾ അത് ഓടിച്ചിട്ട് വന്ന ചെക്കൻ എത്രയും വലിയ ആളായിരിക്കും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇയാൾ സമ്മതിക്കില്ല വിടാനൊന്നും. അങ്ങനെ ആ വണ്ടി കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനകത്ത് ഇടും, കേസ് ഫയൽ ചെയ്യും. അപ്പോൾ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഈ വണ്ടി അടിച്ചുകൊണ്ട് പോകും പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഈ പോലീസുകാരൻ്റെ അടുത്ത് മന്ത്രിയുടെ മോനായിരിക്കും അത്. അപ്പോൾ അവർ പറയും ഇന്ന പോലെ ഞങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടും തന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നിൻ്റെ പരിപാടി ഞങ്ങൾ തീർക്കും എന്ന് പറയും. അങ്ങനെ പ്രഷർ, മേലുദ്യോഗസ്ഥന്മാർ എന്നുള്ള പ്രഷറൊക്കെ മുഖേന ഇയാൾ വണ്ടി തിരിച്ചു കൊടുക്കാൻ നേരത്തെ അവിടെ വണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഈ വണ്ടി കാണാണ്ട് പോകുന്ന സമയത്ത് ഈ പിള്ളേരും കാണാണ്ട് പോകുന്നു. അങ്ങനെ അവർക്കും ഇവർക്കും എന്തൊക്കെയാണ് ലിങ്ക്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ്. എന്നിട്ട് നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണ്, ഇതൊക്കെയാണ്. ഈ പടത്തിന് ഒരു നോൺ ലൈനറായിട്ട് വന്നിട്ട് ഒരു ക്രൈം ത്രില്ലർ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബേസ് സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബം എങ്ങനെ ഉണ്ടാകണം, എങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അതാണ് അതിൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ്. ഫസ്റ്റ് ഹാഫ് നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും കുറച്ച് വലിവാണെന്ന് തോന്നുന്നത്. കാരണം നമുക്കതിലൊരു വില്ലൻ ക്യാരക്ടറോ അങ്ങനെയൊന്നും വരാത്തതുകൊണ്ടാണ് അത് നമുക്ക് മെയിനായിട്ട് അങ്ങനെ തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ സീൻസുകളൊക്കെ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലെങ്ത്ത് കൂടിയെന്നൊരു സംശയമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആ പിള്ളേരെ വാനിൽ കൊണ്ടുവന്നൊരു സീന്. അതേപോലെ ബാംഗ്ലൂരിൽ വന്നിട്ട് ഒരു എന്താ പറയുക, ഈ കർണാടകയിൽ വന്നിട്ട് ഈ കാവേരി പ്രശ്നമുണ്ടല്ലോ, ആ പ്രശ്നം അതൊക്കെ കാണിക്കുന്നത് കുറച്ച് ലെങ്ത്ത് ഓവറായി. സെക്കൻഡ് ഹാഫിൽ നല്ലൊരു വില്ലനെയും കൊടുത്തിട്ട് അതൊരു കുറച്ച് നല്ല സസ്പെൻസും കൂടെ കാണിച്ച് ആ ലെങ്ത്തൊക്കെ ഒന്ന് ചുരുക്കി കുറച്ചും കൂടെ ഷോർട്ടാക്കി എടുത്തിരുന്നെങ്കിൽ ഇതൊരു നല്ല വെബ് സീരീസ് എന്ന് നമുക്ക് പറയാമായിരുന്നു. മൊത്തത്തിൽ ഈ വെബ് സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിതൊരു ഓക്കെ ലെവലിലുള്ള ഒരു വെബ് സീരീസായിട്ടേ തോന്നുന്നുള്ളൂ. അപ്പോൾ ശരി, എന്നാൽ ബൈ.